എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് റോഡ് സുരക്ഷ എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ 1000 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അതിൽ വെറും 4 പേർ മാത്രമേ അപ്പോൾ തന്നെ മരിച്ചു പോവുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആരോഗ്യരംഗത്ത് പുതിയ പുതിയ ടെക്നോളജികളും വന്നിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് എത്ര വലിയ രോഗം വരികയാണെങ്കിലും അതിനെയൊക്കെ ചികിത്സിച്ച് ഭേദമാക്കി അവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശേഷി നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യരംഗത്ത് വന്നിരിക്കുന്നു. അത് വലിയ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഈ 196 പേരും ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അതില്ലാതെ തന്നെയായിരിക്കും. അതിന് വലിയൊരു ഘടകം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഉപയോഗം തന്നെയാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ വാഹനമെടുക്കുകയും അതുമാത്രമല്ല, നമുക്കറിയാം, ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മറ്റൊരു വാഹനം വന്ന് തട്ടി മരിക്കുന്നവരുടെയും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ്. അമിത വേഗത കൂട്ടാൻ കാരണമാകുന്ന പല കാര്യങ്ങളുമുണ്ട്. കൃത്യസമയത്ത് ഇറങ്ങാതിരിക്കുന്നതും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുമൊക്കെ വേഗത കൂട്ടുന്നവരുണ്ട്. പക്ഷേ എങ്കിൽ അത് വളരെയധികം തെറ്റായൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ വേഗത കൂട്ടുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല ജീവൻ അപകടമാകുക, ആ വഴിയിൽ കൂടെ നടന്നു പോകുന്ന ആ ആൾക്ക് കൂടെയും അപകടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കാരണം മറ്റൊരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചു നമ്മൾ പതുക്കെ വേണം വാഹനങ്ങൾ ഉപയോഗിക്കാൻ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സമയം വൈകിയാൽ ചീറിപ്പാഞ്ഞ് മരണവേഗതയിലാണ് പോവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് എത്ര ഭയമുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നീട് നമുക്കറിയാം, നമ്മൾ ഇതിൽ പല ഫസ്റ്റ് എയ്ഡുകളും പഠിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ ഒരാൾ കൈ പുറത്തിട്ട് അയാളുടെ കൈവിരൽ മുറിഞ്ഞു പോവുകയാണ്, എവിടെയെങ്കിലും തട്ടി മുറിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഉടനടി ചെയ്യേണ്ടത് ആ വിരൽ എടുത്ത് മണ്ണ് പറ്റാതെ എടുക്കുക എന്നതാണ്. ഇപ്പോൾ മണ്ണ് പറ്റുകയാണെങ്കിൽ അത് വെള്ളത്തിൽ കഴുകുകയും ചെയ്യണം. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കൂടിലിട്ട് വേറൊരു പ്ലാസ്റ്റിക് കൂടിൽ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇട്ടില്ല എങ്കിൽ നമ്മുടെ ആ വിരലുകളുടെ കോശങ്ങൾ നശിച്ചു പോകും. അപ്പോൾ ഏതെങ്കിലും കടയിൽ കയറി ഐസ് ക്യൂബുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തണുത്ത വെള്ളം നിറച്ച് അതിൻ്റെ ഉള്ളിൽ ആ പ്ലാസ്റ്റിക് ഇടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആശുപത്രിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈ വക ഫസ്റ്റ് എയ്ഡുകളൊക്കെ അറിയേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് മാത്രം അറിഞ്ഞാൽ പോരാ. ഇപ്പോൾ നമ്മുടെ രാത്രിയിൽ ഡിം ലൈറ്റ് ഇട്ട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ വാഹനം നിർത്തണം. കാരണം നമുക്ക് മുമ്പോട്ടുള്ളത് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു അപകടത്തിന് ആയിരിക്കും വഴിയൊരുക്കുക. അപ്പോൾ നമ്മളത് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ നമുക്ക് അവരുടെ ജീവനും നമ്മുടെ ജീവനും രക്ഷിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അങ്ങനെ പല ഉത്തരവാദിത്വങ്ങളും അറിയേണ്ടതുമുണ്ട്. എനിക്ക് ഈ റോഡ് സുരക്ഷ എന്നത് കേട്ടപ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിൽ വന്നൊരു കഥയാണ് രാഹുലിൻ്റേത്. +2 പരീക്ഷയിൽ നല്ല മാർക്കായിരുന്നു രാഹുലിന്. അപ്പോൾ രാഹുലിൻ്റെ അനുമോദന ചടങ്ങിൽ പല കുട്ടികളുടെയും മാതാപിതാക്കൾ എത്തിയിരുന്നു. അപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു, രാഹുലിനെ കണ്ടു പഠിക്കുക, അവൻ എത്ര മിടുക്കനായിട്ടാണ് പഠിക്കുന്നത് എന്ന്. പക്ഷേ എങ്കിൽ പരീക്ഷയുടെ മുമ്പ് അവൻ്റെ അച്ഛൻ അവനോട് വാക്ക് പറഞ്ഞിരുന്നു, നീ നല്ല പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 2-ചക്ര വാഹനം മേടിച്ചു തരാമെന്ന്. അപ്പം ആ വാക്ക് പാലിക്കുകയും പരീക്ഷ കഴിഞ്ഞ് അച്ഛൻ പാലിക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രാഹുൽ ഒരു വഴിക്ക് വാഹനത്തിൽ അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനത്തിൽ തട്ടി രാഹുൽ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ മറ്റു മാതാപിതാക്കൾ പറഞ്ഞു, അവനെ കണ്ട് പഠിക്കേണ്ട എന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കുട്ടികളെ ഒരിക്കലും ധനം കൊണ്ട് വിലയിരുത്തരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കരുത് എന്നാണ്.
അങ്ങനെ ഒരിക്കലും ചെയ്താൽ അവരുടെ ജീവൻ തന്നെയായിരിക്കും അപകടമായി തീരുക. അപ്പോൾ റോഡ് സുരക്ഷ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഇനി വരും തലമുറയിൽ വരാനിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ നല്ലവണ്ണം റോഡ് സുരക്ഷയെക്കുറിച്ചും വാഹനങ്ങൾ മെല്ലെ ഓടിക്കുന്നതിനെക്കുറിച്ചും അമിത വേഗതയിൽ ഓടിച്ചാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന വാഹനമിടിച്ചു മരിക്കുന്നവരുടെയും ഒക്കെ അളവ് വളരെയധികം കുറയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.